കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അക്രമതൽപരത കാണിക്കുന്ന പടയപ്പ എന്ന കാട്ടാനെ നിരീക്ഷിക്കുന്ന RRT സംഘത്തിന് കാണാൻ കഴിഞ്ഞത് പടയപ്പ അവന്റെ ഇണയ്ക്കൊപ്പം നേമക്കാട് എസ്റ്റേറ്റിന് സമീപത്തുള്ള തേയിലത്തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്നതാണ്. ഈ ഇണയ്ക്കൊപ്പം മറ്റൊരു കുട്ടിയാന കൂടിയുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മദപ്പാടിലായ പടയപ്പ അക്രമവാസന കാണിച്ചിരുന്നു. ലോറിയും ബൈക്കും കാറും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളെയാണ് പടയപ്പ കഴിഞ്ഞ 1-2 ആഴ്ചയ്ക്കുള്ളിൽ ആക്രമിക്കാൻ ശ്രമിച്ചത്. 3 ദിവസം മുൻപ് കന്നിമല ടോപ്പ് ഡിവിഷനിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സുരേഷ് കുമാറിന്റെ മരണത്തിന് ഉത്തരവാദി പടയപ്പ ആണെന്ന് പറയപ്പെടുന്നു. അതുപോലെ ഇതേ സ്ഥലത്ത് ഇന്നലെ രാത്രി മറ്റൊരു ജീപ്പ് കൂടി കാട്ടാനകൾ തകർത്തിരുന്നു. ഇത് ചെയ്തതും പടയപ്പയാണെന്ന് പറയുന്നു. എന്തായാലും പടയപ്പ അവന്റെ ഇണയ്ക്കും കുട്ടിക്കുമൊപ്പം മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ സൗര്യവിഹാരം നടത്തുന്നത് അവനെ അക്രമവാസന കുറയ്ക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പൊതുവെ ആനകൾ മദപ്പാട് സമയത്ത് ഇണചേരാനായി താൽപര്യം കാണിക്കുന്നു. അത് കൃത്യമായി നടക്കുകയാണെങ്കിൽ ആനകളുടെ ആക്രമണ പ്രവണത കുറയ്ക്കുമെന്നും പറയപ്പെടുന്നു. ഇപ്പോൾ മദപ്പാടിലുള്ള പടയപ്പ നിരവധി തവണ ഇണചേരാനുള്ള ശ്രമങ്ങൾ നടത്തിയതായി ദൃക്സാക്ഷികൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പടയപ്പയുടെ ആക്രമണ തൽപരത കുറയുമെന്നും വിദഗ്ധർ പറയുന്നു.